അപ്പോൾ ഈ കേസിനെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താം എന്നുള്ള കേരളത്തിലെ CPMന്റെ പതിവ് സമീപനം, ആ പതിവ് സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ കളി വേറെയായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പരിശോധിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഇതേപോലത്തെ സമീപനം ബംഗാളിലെടുത്തപ്പോൾ ആ ബംഗാളിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പാർട്ടി ചുമതലയുടെ ഭാഗമായി ഇന്ന് ഞാൻ പാർട്ടിയുടെ ദേശീയ പരിശീലന വിഭാഗത്തിലെ അംഗമാണ്. അതിൻ്റെ കേന്ദ്രീയ ടീമിൻ്റെ മീറ്റിംഗാണ് ഇന്ന്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള, സാധാരണ ഇതാദ്യമായിട്ടല്ല, ഇതിനു മുൻപും പലതവണ വരാറുണ്ട്. ഒരുപക്ഷെ നിങ്ങളാരും അറിയാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനൊരു സംഭവം. അതിന്റെ ഒരു റുട്ടീൻ. കേരള ഹൗസിൽ MLA ആയിട്ട് ആദ്യം രാഷ്ട്രീയ ജീവിതം തന്നെ കേരള ഹൗസിലേക്ക് മേനാരെ ഖരാവ് ചെയ്തതായിട്ടാണ് തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ട് കേരള ആ സമയത്ത് അതിനുശേഷം ഒരു MLA എത്തുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉള്ള പതിവ് കാര്യങ്ങളാണ്. MLA ആവുക, മന്ത്രിയാവുക, രാഷ്ട്രീയ നേതാവുക, അതിലങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വികാരത്തിന്റെ ഒന്നും പ്രശ്നം എനിക്കില്ല. കേരളത്തിൽ ഇന്നലെ ED സംഘത്തിന് നേരെ വലിയ ആക്രമണം നടന്നു. അതിനോട് എങ്ങനെയാണ്? അല്ല, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഒരു കേസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു കേസ്, ആ കേസിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ വീണ വിജയന്റെ ഭാഗത്തു നിന്നും അന്നത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളുണ്ടായി. KSIDC അടക്കം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും ശ്രമങ്ങൾ നടത്തി. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തി ഇല്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഈ അക്രമം അഴിച്ചുവിട്ട ആളുകൾ, അവർക്കെങ്കിലും അറിയാമോ ഈ CMRL വീണ വിജയന് നൽകിയിട്ടുള്ള മാസപ്പടി, ആ മാസപ്പടി എന്ത് സേവനം വീണ വിജയന്റെ കമ്പനി CMRLന് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്? കാരണം മാർക്സിസ്റ്റ് പാർട്ടി ആ കാര്യം വിശദീകരിച്ചിട്ടില്ല. നിയമസഭയിലോ പുറത്തോ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ വിശദീകരിച്ചിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതുപോലെ SFIOയുടെയും ഉദ്യോഗസ്ഥന്മാരോടും വിശദീകരിച്ചിട്ടില്ല. അങ്ങനെ വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ ഏതാണ്ട് 130 കോടിയുടെ ഫേക്ക് പേയ്മെന്റ്സ് നടന്നു എന്നാണ് ED കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മണി ലോണ്ടറിംഗ് വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. SFIയുടെ കേസുമായിട്ട് ഇതിനൊരു ബന്ധമില്ല. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക കേസാണ്. അപ്പോൾ ഈ കേസിനെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച് അന്വേഷണം തടസ്സപ്പെടുത്താം എന്നുള്ള കേരളത്തിലെ CPMന്റെ പതിവ് സമീപനം, ആ പതിവ് സമീപനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് എടുത്തു കഴിഞ്ഞാൽ കളി വേറെയായിരിക്കും എന്നുള്ള കാര്യം ഒരുപക്ഷെ അവർക്ക് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ പരിശോധിക്കേണ്ടത് ഇന്ത്യ സഖ്യത്തിലെ അവരുടെ കൂട്ടാളിയായിട്ടുള്ള
തൃണമൂൽ കോൺഗ്രസിന്റെ ഇതേപോലത്തെ സമീപനം ബംഗാളിലെടുത്തപ്പോൾ ആ ബംഗാളിൽ പിന്നീട് എന്തുണ്ടായി എന്നുള്ളത് അവർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നേ എനിക്ക് പറയാനുള്ളൂ.